പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗ്രേസ് വെൽത്ത് ചാനലിലേക്ക് സ്വാഗതം. സ്കൂൾ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അഥവാ SBOയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുവാനാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. SBOയിൽ മൈക്രോ ടാസ്ക് വർക്കുകൾ ചെയ്യുന്നത് എങ്ങനെ? നമ്മൾ മൈക്രോ ടാസ്ക് വർക്ക് ചെയ്യുന്നത് ഷെയർ ചാറ്റ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിലൂടെയാണ് ചെയ്യുന്നത്. എക്സ് അഥവാ ട്വിറ്ററിലൂടെ ഇപ്പോൾ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ട്വിറ്റർ കൊടുത്തിട്ടുള്ളവരൊക്കെ ഫേസ്ബുക്കോ ഷെയർ ചാറ്റോ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ID ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ടുഡേ ടാസ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ഗോ ടു എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു ഓപ്പൺ പേജ് കാണാം. അവിടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് മുഖാന്തരമോ അല്ല എങ്കിൽ താഴെ മറ്റൊരു സ്ഥലമുണ്ട്, അവിടെയും കാണിച്ചു തരാം. അത് മുഖാന്തരമോ ബൈമോട്ട് ഈ ഷോപ്പിംഗ് ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഇപ്പോൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അവിടെ നോക്കി മനസ്സിലാക്കണം. ഇപ്പോൾ ബൈമോട്ട് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഇവിടെ ചില ഇൻസ്ട്രക്ഷൻസുകൾ, നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധാപൂർവം വായിക്കണം. ഓരോ പ്രാവശ്യം ജോലി ചെയ്യുമ്പോഴും ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക തന്നെ വേണം. കാരണം ഓരോ പ്രാവശ്യവും അവിടെ വിവിധങ്ങളായിട്ടുള്ള ജോലികളായിരിക്കും നൽകിയിട്ടുണ്ടാവുക. ഒരുപക്ഷെ ഓരോ പ്രാവശ്യവും പുതുക്കി നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിലവിലുള്ളത് തന്നെ ചെയ്യുക. ഇവിടെ കണ്ടിരിക്കുന്ന ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോകാം. നോക്കുക, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വായിക്കണം. ഈ ആപ്ലിക്കേഷൻ ഒരു പ്രാവശ്യം മാത്രമാണ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ക്ലിക്ക് ചെയ്തു, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ബൈമോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ചു മനസ്സിലാക്കാം. ഏറ്റവും താഴെ ഇവിടെ ആൻഡ്രോയിഡ് ഫോണുകളിലേക്കും അതുപോലെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഐഫോൺ സ്റ്റോറിലേക്ക് പോകുവാനുമുള്ള സ്ഥലം ഇവിടെയുണ്ട്. നമ്മളുടെ ഫോൺ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ പ്ലേയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ആപ്പ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അധികം താമസമില്ലാതെ ഉടനെ തന്നെ ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ ലൊക്കേഷൻ ചോദിക്കുന്നു. ആ ലൊക്കേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരല്പസമയം അതൊന്ന് ഫെച്ച് ചെയ്ത് വരാൻ സമയമെടുക്കും. ഇവിടെ അലോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ വരുന്നതായിരിക്കും. ഈ ലൊക്കേഷൻ്റെ ഏറ്റവും താഴെ വെള്ള കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൊക്കേഷൻ സെലക്ട് ചെയ്യും. ബാക്കിയെല്ലാം അലോ ചെയ്യുക, അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്ത് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോണിൻ്റെ ഇടതുവശത്ത് മുകളിൽ ഒരു 3 ലൈനുകളുണ്ടല്ലോ, ആ ലൈന് നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്താൽ അത് ഒരു സൈഡ് മെനു ഓപ്പൺ ആകുന്നതായിരിക്കും. സൈഡ് മെനുവിൽ രജിസ്റ്റർ ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് എൻ്റെ മൊബൈൽ ഫോൺ നമ്പർ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആ മൊബൈൽ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു OTP വരുന്നതായിരിക്കും. മുൻപ് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇമെയിലൊക്കെ കൊടുക്കേണ്ടി വരും. ഇവിടെ ലോഗിനാകും. OTP കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ലോഗിനാകും. ലോഗിനായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പിങ്ങിനകത്തുള്ള ബൈമോട്ടിൻ്റെ ഈ ഷോപ്പിങ്ങിനകത്തുള്ള പ്രോഡക്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കുക. നോക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇതിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഓപ്പൺ ചെയ്യണം. ആ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന വിധത്തിൽ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതാണ്. ആ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ മറ്റ് ജോലികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണുന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത സ്ഥലത്തുനിന്ന് ചില സാധനങ്ങൾ കോപ്പി ചെയ്തെടുക്കാനുണ്ട്. ഇതെല്ലാം വെച്ച് ഞാൻ ഇവിടെ ഒരു
ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതെങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചു കൊടുത്ത് കോപ്പി ചെയ്തെടുക്കാൻ സൗകര്യത്തിന് ചെയ്തു വച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാം. ആദ്യം ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പഠിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടല്ലോ. ഈ പ്ലസ് ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് അവിടെ വരുന്നതായിരിക്കും. മുകളിൽ വലതുവശത്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇനി ഡിസ്ക്രിപ്ഷനിലുള്ളത് എഴുതാനുള്ളതുണ്ട്. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ കണ്ടല്ലോ ഹാഷ്ടാഗ് എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ എഴുതിയ ഡിസ്ക്രിപ്ഷൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷെയർ ആകുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലിങ്ക് എടുക്കണം. അതാണ്ട് ഇവിടെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ. ഈ ആരോ മാർക്ക് കാണുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടുന്ന് താഴെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഭാഗമുണ്ട്. ആ ടിക്ക് മാർക്ക് കാണുന്ന ഭാഗത്തു നിന്ന് ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് വയ്ക്കൂ. ഇനി അടുത്തത് നമുക്ക് ഷെയർ ചാറ്റിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇതൊക്കെ എല്ലാത്തിലും ലിങ്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം എന്താ ചെയ്യുന്നത് നോക്കാം. ഷെയർ ചാറ്റ് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിരിക്കുന്ന അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ആ പോസ്റ്റ് ചെയ്യുന്ന രീതി വീഡിയോയിൽ തന്നെ കാണിച്ചു തരികയാണ്. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സംതിങ് ഗ്രേറ്റ് ഹിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ. റൈറ്റ് സംതിങ് ഗ്രേറ്റ് ഹിയർ എന്ന് പറഞ്ഞ് കൊടുത്ത ഈ സ്ഥലത്ത് നമ്മൾ ആ കോപ്പി ചെയ്ത സാധനം അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതായത് ആ പ്രോഡക്റ്റിനെ കുറിച്ച് എഴുതിയതും ഹാഷ്ടാഗും എല്ലാം ചേർത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് അപ്ലോഡ് ആയിക്കൊണ്ടിരുന്നു. അപ്ലോഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ആ പോസ്റ്റിൻ്റെ ലിങ്ക് എടുക്കണം. ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഭാഗമുണ്ട്. അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. ലിങ്ക് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം അത് സൂക്ഷിക്കുക. ഇനി അടുത്തത് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. അവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ളത് പ്ലസ് ചിഹ്നം കാണുന്നുണ്ടല്ലോ. അവിടെ ദയവ് ചെയ്ത് ആരും പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ മുകളിൽ റൈറ്റ് സംതിങ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എവിടെയായാലും പബ്ലിക്കിലാണോ ഇട്ടിരിക്കുന്നതെന്ന് നോക്കണം. പ്രൈവറ്റിലോ ഫ്രണ്ട്സിനോ മാത്രമായത് പബ്ലിക്കിടുക. അതിൽ ആ ഫോട്ടോ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുന്ന ഭാഗം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സേ സംതിങ് എബൌട്ട് എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഭാഗം കണ്ടില്ലേ, ഒരു മാറ്റർ എഴുതിയിട്ടുണ്ട്. അതോടെ തന്നെ ബൈമോട്ടിനെ കുറിച്ചുള്ള ഹാഷ്ടാഗുകളൊക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. അതവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വലതുവശത്തായിട്ട് നെക്സ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. അവിടെ കാണും. അത് ക്ലിക്ക് ചെയ്താൽ ഷെയർ എന്നുള്ളത് കാണും. അല്ലെങ്കിൽ പോസ്റ്റ് എന്നായിരിക്കും പലയിടത്തും കാണുക. അങ്ങനെ പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ കോപ്പി എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടല്ലോ. ആ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുക്കുക. അപ്പോൾ 3 സ്ഥലത്ത് നമ്മൾ ലിങ്ക് എടുത്തു. ഇനി നമ്മുടെ ID ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ടുഡേ ടാസ്ക് ചെയ്യുന്ന ഭാഗത്ത് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാഫ് ID പേരും സ്റ്റാഫ് ID ഒക്കെ ഉണ്ടാകും. അവിടെ ടൈറ്റിൽ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ബൈമോട്ട് ഇ ഷോപ്പിംഗ് എന്ന് എഴുതണം. ബൈമോട്ട് ഇ ഷോപ്പിംഗ്. ഈ ഒരു ബൈമോട്ടിൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. മറ്റേതെങ്കിലും ടാസ്ക് തരികയാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ എഴുതേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ബൈമോട്ട് ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് എന്ന് എഴുതുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ചൂസ് ടൈപ്പ് എന്നുണ്ട്. അവിടെ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ ഷെയർ ചാറ്റിലാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഇനി നമ്മൾ കോപ്പി ചെയ്തെടുത്ത URL ഉണ്ടല്ലോ. നമ്മൾ അവിടെ ഒരു ലിങ്ക് കോപ്പി ചെയ്തെടുത്തിരുന്നു. ആ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് തൊട്ട് താഴത്തെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സബ്മിറ്റ് ആയിട്ട് കാണിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യരുത്. സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അല്ലാതുള്ള സ്ഥലത്ത് വേണം പോസ്റ്റ് ചെയ്യാൻ. കൃത്യതയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സക്സസ് ആയി വരുന്നതായിരിക്കും. മാത്രമല്ല സക്സസ് ആയോ ഇല്ലയോ എന്നുള്ള അറിയുന്നത് നമുക്ക് പേ ഔട്ട് എന്ന ഹിസ്റ്ററി എന്നുള്ള സ്ഥലത്ത് പോയി നോക്കിയാൽ അവിടെ തീയതിയും അതിന് പൈസ ആഡായതൊക്കെ കാണാൻ സാധിക്കും.
മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടാസ്ക് വാലറ്റിൽ പൈസ ആഡ് ആയിരിക്കും കാണാൻ സാധിക്കും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു, ലോഗൗട്ട് ചെയ്യാം. നമ്മൾ കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ലോഗൗട്ട് ചെയ്യുന്നതാണ്. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.